الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടും അവന്റെ വിധിവിലക്കുകൾ മാനിച്ചും ജീവിക്കുവാൻ എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഇണകളെയും സന്തതികളെയും ബന്ധുമിത്രാദികളെയും സത്യവിശ്വാസികളെയും സ്വർഗത്തിൽ പ്രവാചകന്മാർ, സിദ്ദീഖുകൾ, ശുഹദാക്കന്മാർ, സാലിഹീങ്ങൾ ഇവരോടൊപ്പം നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, അവരുടെ ഖബറുകളിൽ നീ വെളിച്ചം നൽകണമേ. അല്ലാഹുവേ, സ്വർഗത്തിലേക്കുള്ള ഒരു കവാടം അവർക്ക് നീ തുറന്നു കൊടുക്കണമേ. ഖിയാമത്ത് നാൾ വരെ സ്വർഗീയമായ അനുഭൂതികളും അനുഭവങ്ങളും ആസ്വദിച്ചുകൊണ്ട് കഴിയുവാനുള്ള മഹാഭാഗ്യം അവർക്ക് നീ കനിഞ്ഞേകണമേ. ഈ കാലഘട്ടത്തിൽ മുസ്ലിമും മുഅ്മിനുമായി ജീവിക്കുവാൻ ഇച്ഛാശക്തിയും മാനസികമായ കരുത്തും ആവശ്യമാണ്. മതബോധവും നന്മയോട് പ്രതിബദ്ധതയുമുള്ള മനുഷ്യൻ ഏത് രൂപത്തിൽ പിശാചിനെ പരാജയപ്പെടുത്തുവാൻ ശക്തനായി തീരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരു സന്ദർഭത്തിൽ വിവരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, ഭൂമിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയപ്പോൾ ഭൂമി വലത്തോട്ടും ഇടത്തോട്ടും മുന്നോട്ടും പിന്നോട്ടും ചാഞ്ചാടുവാൻ തുടങ്ങിയപ്പോൾ പർവ്വതങ്ങളെ സൃഷ്ടിച്ച് ഭൂമിയുടെ ചാഞ്ചാട്ടവും ചലനവും അവസാനിപ്പിച്ചു. ഇത് കണ്ട് അതിശയപ്പെട്ട അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിനോട് ചോദിച്ചു, അല്ലാഹുവേ, അത്ഭുതകരമായിരിക്കുന്നു ഈ പ്രക്രിയ. പർവ്വതങ്ങളെക്കാൾ ശക്തമായ വല്ലതും ഈ ഭൂമിയിൽ നീ സൃഷ്ടിച്ചിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അതെ, പർവ്വതങ്ങളെക്കാൾ ശക്തിയുള്ള ഒരു പദാർത്ഥം ഈ ഭൂലോകത്തുണ്ട്. അൽ ഹദീദ് അഥവാ ലോഹമാകുന്നു അത്. മലക്കുകൾ ചോദിക്കുന്നു, അല്ലാഹുവേ, ലോഹത്തെക്കാൾ ശക്തമായ വല്ല പദാർത്ഥവും ഉണ്ടോ? അല്ലാഹു പറയുന്നു, ഉണ്ട്, ലോഹത്തെക്കാൾ ശക്തമായ പദാർത്ഥം തീയാണ്.
മലക്കുകൾ വീണ്ടും ചോദിക്കുന്നു, അല്ലാഹുവേ, തീയിനേക്കാൾ അഗ്നിയേക്കാൾ ശക്തമായ പദാർത്ഥമുണ്ടോ? അല്ലാഹു പറയുന്നു, ഉണ്ട്, വെള്ളം. ജലമാണ് ജീവന്റെ അടിസ്ഥാനം. മലക്കുകൾ വീണ്ടും ചോദിക്കുന്നു, അല്ലാഹുവേ, ജലത്തെക്കാൾ അഗ്നിയെ ശമിപ്പിക്കുന്ന തീയേക്കാൾ ശക്തമായ വല്ല പദാർത്ഥവും ലോകത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു പറയുന്നു, അതെ, വായു അഥവാ കാറ്റ് അതിനേക്കാൾ ശക്തമാണ്. മലക്കുകൾ അല്ലാഹുവിനോട് വീണ്ടും ചോദിക്കുന്നു, യാ റബ്ബനാ, ഞങ്ങളുടെ നാഥ, ഹൽ ഖലഖത ഹൽഖൻ അശദ്ദ മിനർ റിഹി, കാറ്റിനേക്കാൾ വായുവിനേക്കാൾ ശക്തമായ വല്ല പദാർത്ഥവും നീ സൃഷ്ടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ മറുപടി, നഅം, അതിനേക്കാൾ ശക്തമായ പദാർത്ഥം, അതിനേക്കാൾ ശക്തമായ വസ്തു ഇബ്നു ആദം, മനുഷ്യനാണ്. പർവ്വതങ്ങളെക്കാൾ, അഗ്നിയേക്കാൾ, വെള്ളത്തെക്കാൾ, കാറ്റിനേക്കാൾ ശക്തമായ ഘടകങ്ങൾ അല്ലാഹു നൽകിയത് മനുഷ്യനാണ്. എപ്പോഴാണ് ആ മനുഷ്യൻ ശക്തനായി തീരുന്നത്? ഇദാ തസദ്ദഖ സദഖതൻ ബിയമീനിഹി ഫഅഖ്ഫാഹാ അൻ ശിമാലിഹി, വലത് കൈകൊണ്ട് നൽകുന്ന ദാനം ഇടത് കൈ പോലും അറിയാതെ ഗോപ്യമായി രഹസ്യമായി ചെയ്താൽ മനുഷ്യൻ ശക്തനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഈ ശക്തി മനുഷ്യൻ എവിടെ നിന്നാണ് സംഭരിക്കുന്നത്? നാം മനസ്സിലാക്കുന്നു, അല്ലാഹുവിന്റെ ദീനാണ് വാസ്തവത്തിൽ ഈ ശക്തി മനുഷ്യന് പ്രദാനം ചെയ്യുന്നത്. എന്താണ് ദീൻ? മനുഷ്യനെ ശക്തനാക്കുന്ന, മനുഷ്യനെ കർമ്മധീരനാക്കുന്ന, മനുഷ്യനെ എല്ലാ വസ്തുക്കളെക്കാൾ കരുത്തുള്ള പദാർത്ഥമാക്കി മാറ്റുന്ന ദീൻ അഥവാ കറകളഞ്ഞ അല്ലാഹുവിനോടുള്ള അനുസരണത്തിന്റെ പേരായ ദീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദീനിനെ വിശദീകരിച്ചുകൊണ്ട് ഒരു സന്ദർഭത്തിൽ പറഞ്ഞു സമഗ്രമായ ഒരു നിർവചനം. അദ്ദീനു അന്നസീഹ, അദ്ദീനു അന്നസീഹ, അദ്ദീനു അന്നസീഹ. ഒരു വസ്തുത ജനങ്ങളോട് ശക്തമായി ഊന്നി പറയണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് 3 വട്ടം പറയും. ഇതാണ് പ്രമാണം. ഇതേപോലെ സമഗ്രമായ ഒരു നിർവചനം ഒരു സാഹചര്യത്തിൽ തിരുമേനി പറഞ്ഞു, അദ്ദുആ ഹുവൽ ഇബാദ, ദുആ അത് തന്നെയാണ് ഇബാദത്ത്, പ്രാർത്ഥന അത് തന്നെയാണ് ഇബാദത്ത്. മറ്റൊരിക്കൽ പറഞ്ഞു, അന്നദമു ഹുവത് തൗബ, ഖേദം, സങ്കടം, ആത്മാർത്ഥമായ ദുഃഖം, അതാണ് തൗബ. മറ്റൊരിക്കൽ പറഞ്ഞു, അൽ ഹജ്ജു അറഫ, അറഫ അതാകുന്നു ഹജ്ജ്. ഇപ്പോൾ പറയുന്നു അദ്ദീനു അന്നസീഹ, ദീൻ എന്ന് പറഞ്ഞാൽ നസീഹത്താകുന്നു. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത തമീമു ബിൻ ഔസുദ്ദാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, ഖുൽനാ, ഞങ്ങൾ ചോദിച്ചു, ലിമൻ, ആരോടാകുന്നു നസീഹത്ത് എന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നു, ലില്ലാഹി. ഒന്ന്, ഓരോ സന്ദർഭത്തിലും നാം ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട ദീനിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലില്ലാഹി. ഒന്ന്, അല്ലാഹുവിനോട് ആത്മാർത്ഥമായ വിധേയത്വ മനോഭാവവും അനുസരണവും ദീനിന്റെ ഒന്നാമത്തെ ഘടകമാകുന്നു തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. രണ്ടാമത് പറയുന്നു, വലി കിതാബിഹി, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തോട് പ്രതിബദ്ധതാപൂർവമായ സമീപനം. വലി റസൂലിഹി, അല്ലാഹുവിന്റെ ദൂതനോട് ആത്മാർത്ഥമായ അനുസരണം. വലി അഇമ്മത്തിൽ മുസ്ലിമീന വഅമ്മത്തിഹിം, മുസ്ലിം സമൂഹത്തിലെ നേതാക്കന്മാരോടും മുസ്ലിം ജനസാമാന്യത്തോടും ഗുണകാംക്ഷാപരമായ ബന്ധം. ഇവയാണ് ദീൻ എന്ന് പറയുമ്പോൾ ഞാൻ അർത്ഥമാക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിക്കുന്നു. ഇവിടെ ഈ 4 സംഗതികളും
സംക്ഷിപ്തമായ രൂപത്തിൽ വിവരിക്കാനാണ് ഈ ഖുത്ബയിൽ നാം ആഗ്രഹിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നാമത്തേത് അള്ളാഹുമായുള്ള ബന്ധം. അള്ളാഹുമായുള്ള ബന്ധം ആത്മാർത്ഥമായ രൂപത്തിൽ പ്രകടനാത്മകതയുടെ ലാഞ്ചനയില്ലാതെ ഇഖ്ലാസോട് കാണിയാവണം എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്. ആത്മാർത്ഥമായ അനുസരണം, ആത്മാർത്ഥമായ വിധേയത്വം, ആത്മാർത്ഥമായ കടപ്പാട് അള്ളാഹുവിനോട് മാത്രമാകുന്നു. ഇതാണ് വിശ്വാസത്തിന്റെ ഒന്നാമത്തെ അടിസ്ഥാനം. ഇതിൽ പ്രകടനവാഞ്ചക്ക് സ്ഥാനമില്ല, റിയാഇന് സ്ഥാനമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഈ ആശയം വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, എന്ന് പറഞ്ഞാൽ മൻ അഹബ്ബ ലില്ലാഹി, ആരെങ്കിലും അള്ളാഹുവിനെ മുൻനിർത്തി സ്നേഹിച്ചു, അള്ളാഹുവിനെ മുൻനിർത്തി ഒരാൾ സ്നേഹിച്ചു, വഅബ്ഗള ലില്ലാഹി, അള്ളാഹുവിനെ മുൻനിർത്തി കോപിച്ചു, വഅഅതാ ലില്ലാഹി, അള്ളാഹുവിനെ മുൻനിർത്തി നൽകി, വമനഅ ലില്ലാഹി, അള്ളാഹുവിനെ മുൻനിർത്തി അയാൾ തടഞ്ഞു എങ്കിൽ ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അവൻ ഈമാനിന്റെ താൽപര്യം പരിപൂർണമാക്കി കഴിഞ്ഞു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ദീനിനെയും ഈമാനിനെയും വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. അള്ളാഹുമായുള്ള ബന്ധത്തിൽ ഇഖ്ലാസിന് കളങ്കമേൽപ്പിക്കുന്ന ഏതെങ്കിലും ഘടകമില്ലാതെ, കാമനകളില്ലാത്ത ആത്മാർത്ഥമായ കർമ്മം ഇതാകുന്നു വാസ്തവത്തിൽ ദീനിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം. ഈ വിവക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പല സന്ദർഭങ്ങളിലും വിവരിച്ചിട്ടുണ്ട്. കപടവിശ്വാസികളെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ആത്മാർത്ഥതയ്ക്ക് വിരുദ്ധമായ ഇഖ്ലാസിന് വിഘാതമായ പ്രവണതകൾ അവർക്കുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നു. ഇദാ ഖാമൂ ഇലസ്സലാത്തി, നമസ്കാരത്തിന് അവർ നിന്നു കഴിഞ്ഞാൽ ഖാമൂ കുസാല, ഉദാസീനതയോടും മടിയോടും മാത്രമേ അവർ നമസ്കാരത്തിന് വേണ്ടി നിൽക്കുകയുള്ളൂ. യുറാഊനന്നാസ, അവർ ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി പ്രകടന വാഞ്ചയോട് കൂടിയാകുന്നു ഈ കർമ്മം നിർവഹിക്കുന്നത്. വലാ യദ്കുറൂന ഇല്ലാഹി ഇല്ലാ ഖലീല, അല്ലാഹുവിനെ അല്പം മാത്രമേ അവർ നമസ്കാരത്തിൽ അനുസ്മരിക്കുന്നുള്ളൂ. അള്ളാഹുവിനോടുള്ള ആത്മാർത്ഥമായ ഇഖ്ലാസിന്റെ താൽപര്യത്തിന് വിരുദ്ധമായ പ്രകടന വാഞ്ചയെ സംബന്ധിച്ചാകുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും അല്ലാഹു സുബ്ഹാനഹു വ തആലയും പല സന്ദർഭങ്ങളിൽ ഉണർത്തിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഈ ആത്മാർത്ഥതയെ വിശദീകരിച്ചുകൊണ്ട് ഒരിക്കൽ പറഞ്ഞു, അൽ യസീറു മിനർ റിയാഇ ശിർകുൻ, അല്പമെങ്കിലും ഹൃദയത്തിൽ പ്രകടനവാഞ്ചയുണ്ടെങ്കിൽ, ജനങ്ങളെ കാണിക്കണമെന്ന വികാരത്തോടു കൂടിയാണ് ഇബാദത്തുകൾ അനുഷ്ഠിക്കുന്നത് എങ്കിൽ, സാമൂഹികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് എങ്കിൽ, അള്ളാഹുവിനുള്ള അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നത് എങ്കിൽ, അതുപോലും വാസ്തവത്തിൽ ചെറിയ രൂപത്തിലുള്ള ശിർക്കാകുന്നു. വളരെ ഗഹനമായ ആശയമാണ് നബി തിരുമേനി പറയുന്നത്. എന്നിട്ട് പറയുന്നു, വമൻ ആദാ ഔലിയാ അല്ലാഹ്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് ആരോടെങ്കിലും, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് ആരെങ്കിലും ശത്രുത പുലർത്തിയാൽ ഫഖദ് ബാറസല്ലാഹ ബിൽ മുഹാറബ, അവൻ അള്ളാഹുവിനോട് യുദ്ധം പ്രഖ്യാപിച്ചു. ഇതാകുന്നു അർത്ഥം. ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഔലിയാക്കന്മാരാരാണ്? അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ. എന്താണ് തഖ്വ? സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദും സത്യപ്പെടുത്തുന്നു. നബി തിരുമേനി പറഞ്ഞു, അൻ യുദ്കറ വലാ യുൻസ അൻ യുതാഅ വലാ യുക്ഫർ, അൻ യുദ്കറ വലാ യുൻസ, അള്ളാഹുവിനെ ഓർക്കണം, മറക്കുവാൻ പാടില്ല. അൻ യുശ്കറ വലാ യുക്ഫർ, അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കണം, അവനോട് നന്ദി കേട് കാണിക്കരുത്. അൻ യുതാഅ വലാ യുഅസ, അള്ളാഹുവിനെ അനുസരിക്കണം, അനുസരണക്കേട് കാണിക്കരുത്. താഅത്തും ദിക്റും ശുക്റും അടങ്ങിയ ഈ ഘടകമാണ് തഖ്വ എന്ന് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവും അബ്ദുല്ലാഹ് ബിൻ മസ്ഊദും ഈ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. ഇതാണ് നബി തിരുമേനി പറയുന്നത്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് ആരെങ്കിലും ശത്രുത പുലർത്തി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അയാൾ മനസ്സിലാക്കണം, അള്ളാഹുവിനെ സമരമുഖത്ത് നിർത്തി അയാൾ പടവെട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്.
ആരാണ് അള്ളാഹുവിന് പ്രിയപ്പെട്ട ദാസന്മാർ? അള്ളാഹു ബഹുമാനിക്കുന്ന ഔലിയാക്കന്മാരാരാണ്? അള്ളാഹു ബഹുമാനിക്കുന്ന ഔലിയാക്കന്മാർ. ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്റാറൽ അത്ഖിയാ അൽ അഖ്ഫിയ. ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്റാറൽ അത്ഖിയാ അൽ അഖ്ഫിയ. പുണ്യവാന്മാരായ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, കാണാമറയത്ത് ഇബാദത്തുകളും നല്ല പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന സദ്വൃദ്ധരായ ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. എന്താണ് അവരുടെ പ്രത്യേകതകൾ? പദവിയും സ്ഥാനമാനങ്ങളും പണവും സമ്പത്തും, സമൂഹത്തിൽ സ്ഥാനമാനങ്ങളും ഒന്നുമില്ലെങ്കിലും അല്ലദീന ഇദാ ഗാബൂ ലം യുഫ്തഖദൂ, അവർ ഒരു സദസ്സിൽ ഇല്ലാതെ വന്നാൽ അവരെ അന്വേഷിച്ചു പോകാൻ ആളുണ്ടാവുകയില്ല. വഇദാ ഹളറൂ ലം യുഅറഫൂ, ഒരു സമൂഹത്തിലും സദസ്സിലും അവർ വന്നാൽ അവരെ പരിചയമുള്ളവർ ആരും ഉണ്ടാവുകയില്ല. ഖുലൂബുഹും മസാബിഹുൽ ഹുദാ, അറിയുക അവരുടെ ഹൃദയങ്ങൾ വെളിച്ചത്തിന്റെ വിളക്കുമാടങ്ങളാകുന്നു. യത്ലഊന മിൻ കുല്ലി ഗബ്റാഇ മുദ്ലിമ, എല്ലാ ഇരുൾ മുറ്റിയ മരുഭൂമിയിലും അവർ പ്രത്യക്ഷപ്പെട്ടു വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇതാണ് അള്ളാഹുവിനോട് പ്രതിബദ്ധതാപൂർവമായ ഇഖ്ലാസിന്റെ നിർവചനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ചത്. രണ്ടാമത് വരുന്നു അള്ളാഹുവിന്റെ ദൂതനോടുള്ള അനുസരണം. നസീഹത്തിലെ രണ്ടാമത്തെ ഘടകം. ആരാണ് ഈ പ്രവാചകൻ? വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുക്കും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. നക്ഷത്രങ്ങളെ കൊണ്ട് സത്യം, അവ അസ്തമിക്കുമ്പോൾ, പ്രഭാതത്തെ എതിരേൽക്കുമ്പോൾ, പ്രഭാതത്തിന്റെ കിരണങ്ങൾ, സൂര്യന്റെ രശ്മികൾ ചക്രവാളത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ, അതുകൊണ്ട് സത്യം, മാ ളല്ല സാഹിബുക്കും വമാ ഗവാ, നിങ്ങളുടെ കൂട്ടുകാരനായ പ്രവാചകൻ, ആ പ്രവാചകൻ വഴിതെറ്റിയിട്ടില്ല, പ്രവാചകന് മാർഗഭ്രംശം സംഭവിച്ചിട്ടില്ല. വമാ യൻതിഖു അനിൽ ഹവാ, സ്വേച്ഛക്കനുസൃതമായ കാര്യങ്ങൾ പ്രവാചകൻ സംസാരിക്കുന്നില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അള്ളാഹു ബോധനം അറിയിച്ചുകൊണ്ടിരിക്കുന്ന വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആ പ്രവാചകൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ആ പ്രവാചകനോട് ആത്മാർത്ഥമായി നിങ്ങൾ അനുസരണം പുലർത്തുകയാണെങ്കിൽ അത് വാസ്തവത്തിൽ അള്ളാഹുവിനോടുള്ള അനുസരണമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്. ആരെങ്കിലും അള്ളാഹുവിന്റെ ദൂതനെ അനുസരിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിനെ അനുസരിച്ചു. ഒരു സ്ഥലത്ത് ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊന അല്ലാഹ, അള്ളാഹുവിനോട് ബൈഅത്ത് ചെയ്യുന്നവരാരാണ്? പ്രവാചകനോട് ആരെങ്കിലും ബൈഅത്ത് ചെയ്താൽ അവർ അള്ളാഹുവിനോടാകുന്നു വാസ്തവത്തിൽ അനുസരണത്തിന്റെ പ്രതിജ്ഞ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും പറയുന്നു, ഖുൽ, നബിയെ പറയൂ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, സ്നേഹിക്കുന്നുവെങ്കിൽ ചെയ്യേണ്ടത് എന്നെ പിൻപറ്റണം. എന്നെ പിൻപറ്റിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ് അർത്ഥം. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നു. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു, അള്ളാഹു നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ സ്വീകരിക്കുക, പ്രവാചകൻ നിങ്ങളോട് നിരോധിച്ചത് നിങ്ങൾ വർജിക്കുക എന്ന് പറയുമ്പോൾ പ്രവാചകനോടുള്ള അനുസരണം ഇസ്ലാമിന്റെ രണ്ടാമത്തെ അടിസ്ഥാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിക്കുന്നു. ഇതാണ് തിരുമേനി പറഞ്ഞത്. സലാസുൻ, ഒരു മാനദണ്ഡം നാം ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് എല്ലാ സന്ദർഭത്തിലും നമ്മുടെ ഈമാനിന്റെ പരിമാണം അളന്നു നോക്കുവാൻ സഹായകമായ ഒരു മാപിനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുകയാണ്. സലാസുൻ, മൂന്ന് ഘടകങ്ങൾ. മൻ കുന്ന ഫീഹി, ഈ മൂന്ന് ഘടകങ്ങൾ ഒരാളിൽ ഉണ്ടെങ്കിൽ വജദ ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം അയാൾ ആസ്വദിച്ചു. നാം ഓരോരുത്തരുടെയും മനസ്സിൽ താഴെ പറയുന്ന മൂന്ന് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നാം ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥം. ഒന്ന്, മൻ കാനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, മറ്റുള്ള ആരെയും കാൾ ഒരു വ്യക്തിക്ക് അള്ളാഹുവും റസൂലും ഏറ്റവും പ്രിയങ്കര വ്യക്തിത്വങ്ങളായി തീരുക. ഒന്ന്, വമൻ അഹബ്ബ അബ്ദൻ
ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹി അസ്സ വജൽ. ഒരാളോട് സ്നേഹം പുലർത്തുന്നുവെങ്കിൽ ആ സ്നേഹത്തിന്റെ അടിസ്ഥാനം അള്ളാഹുവും അള്ളാഹുവിന്റെ ദീനും മാത്രമായിരിക്കുക. മൂന്നാമത്തേത് വഅൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി ബഅദ ഇദ് അൻഖദഹു അല്ലാഹു മിൻഹു കമാ യക്റഹു അൻ യുൽഖാ ഫിന്നാർ. വിശ്വാസം കൈക്കൊണ്ടതിന് ശേഷം അവിശ്വാസത്തിലേക്ക് തിരിച്ചു പോകുന്നത്, നരകത്തിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിച്ചതിന് ശേഷം വീണ്ടും നരകത്തിലേക്ക് എറിയപ്പെടുന്നതിന് തുല്യമായി ഒരാൾക്ക് മനസ്സിലാകുന്നുവെങ്കിൽ വിശ്വാസത്തിന്റെ പരിപൂർണത, വിശ്വാസത്തിന്റെ മാധുര്യം അയാൾ ആസ്വദിച്ചു കഴിഞ്ഞു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മറ്റൊരിക്കൽ തിരുമേനി പറഞ്ഞു, തൂബാലിൽ ഖുറബാ, തൂബാലിൽ ഖുറബാ. ഒരു കാലഘട്ടത്തിൽ ആരോർക്കും പരിചയമില്ലാത്ത ഖുറബാ, സാധുക്കളായ അപരിചിതരായ ആളുകൾക്ക് മംഗളം ഭവിക്കട്ടെ. സഹാബികൾ ചോദിക്കുന്നു, മനിൽ ഖുറബാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, ആരാണ് വാസ്തവത്തിൽ ഖുറബാ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നു, അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദന്നാസു ബഅദീ മിൻ സുന്നതി. എന്റെ കാലഘട്ടത്തിന് ശേഷം എന്റെ സുന്നത്തിൽ നിന്നും ജനങ്ങൾ നശിപ്പിച്ചു കളഞ്ഞത് ജീവിതം കൊണ്ടും കർമ്മം കൊണ്ടും രണ്ടാമതും ജീവിപ്പിക്കുവാൻ പരിശ്രമിക്കുന്നവരാരോ അവരാണ് വാസ്തവത്തിൽ ഞാൻ സ്നേഹിക്കുന്ന ഖുറബാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് തിരുമേനി പറഞ്ഞു, അലൈക്കും ബിസുന്നതി വസുന്നതി ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ വഅല്ലൂഹാ ബിന്നവാജിദ്. നിങ്ങൾ എന്റെയും എനിക്ക് ശേഷം വരുന്ന ഉത്തരാധികാരികളായ ഖുലഫാഇന്റെയും സുന്നത്ത് വളരെ വ്യക്തമായ രൂപത്തിൽ അനുധാവനം ചെയ്യണം. അണപ്പല്ലുകൊണ്ട് എന്റെ സുന്നത്തും ഖുലഫാഇന്റെ സുന്നത്തും നിങ്ങൾ അണച്ചു പിടിക്കണം, എങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു. മൂന്നാമത് പറയുന്നു, പ്രതിബദ്ധത അള്ളാഹുവിന്റെ കിതാബിനോട്. അള്ളാഹുവിന്റെ കിതാബിനോടുള്ള പ്രതിബദ്ധത. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അവർ അള്ളാഹുവിന്റെ ഖുർആനെ സംബന്ധിച്ച് ചിന്തിക്കുന്നില്ലേ? ഹൃദയങ്ങളിൽ മൂടിവെച്ചു പോയോ? ഹൃദയങ്ങൾ താഴും താക്കോലുമായി മുദ്രവെക്കപ്പെട്ടു പോയോ? ചോദ്യമാണ് അള്ളാഹുവിന്റേത്. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സമർപ്പിക്കുന്ന സങ്കടഹർജിയെ സംബന്ധിച്ച് ഖുർആനിൽ സൂചനയുണ്ട്. വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ. വഖാല റസൂൽ, അല്ലാഹുവിന്റെ ദൂതൻ സങ്കടത്തോടു കൂടി പറയും, യാ റബ്ബി, എന്റെ തമ്പുരാനെ, എന്റെ നാഥ, ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ. എന്റെ സമുദായം എനിക്ക് ശേഷം നിനക്കറിയാവുന്ന രൂപത്തിൽ ഈ ഖുർആനിനെ അവഗണിച്ചു തള്ളി. എല്ലാ രംഗത്തും ഖുർആനെ ചവിട്ടി പുറത്താക്കി. സാമൂഹ്യ രംഗത്ത് നിന്ന്, കുടുംബത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, രാജ്യത്ത് നിന്ന്, ഹൃദയത്തിൽ നിന്ന്, രാഷ്ട്രത്തിൽ നിന്ന്, ലോകത്തിൽ നിന്ന്, എല്ലാ രംഗത്തും പരിശുദ്ധ ഖുർആനെ അവഗണിച്ച് ജീവിച്ച സമൂഹമാണ് അല്ലാഹുവേ എന്റെ സമുദായം എന്ന് നാളെ അല്ലാഹുവിന്റെ സന്നിധിയിൽ സങ്കടഹർജി അല്ലാഹുവിന്റെ ദൂതൻ സമർപ്പിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുന്നു. മൂന്നാമത് പറയുന്നു, നാലാമത് പറയുന്നു, അള്ളാഹുവിന്റെ ദീനിൽ സമൂഹത്തിൽ നേതാക്കന്മാരോട് ഗുണകാംക്ഷാപരമായ ബന്ധം. ഗുണകാംക്ഷാപരമായ ബന്ധം എന്താണ്? ഗുണകാംക്ഷാപരമായ ബന്ധം നബി തിരുമേനി വിശദീകരിക്കുന്നു. ഇന്നല്ലാഹ യർളാ ലക്കും സലാസൻ വയസ്ഖതു ലക്കും സലാസ. മൂന്ന് കാര്യങ്ങൾ അല്ലാഹു തൃപ്തിപ്പെടുന്നു നിങ്ങൾക്ക്. മൂന്ന് കാര്യങ്ങൾ അല്ലാഹു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വെറുക്കുന്നു. എന്താണ് തൃപ്തിപ്പെടുന്ന കാര്യം? അത് പറയാം നമുക്ക്. യർളാ ലക്കും, അല്ലാഹു തൃപ്തിപ്പെടുന്ന കാര്യം, അൻ തഅബുദൂഹു, നിങ്ങൾ അവന് ഇബാദത്ത് ചെയ്യണം. വലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ ഒരു നിലക്കും അല്ലാഹുവിൽ ശിർക്ക് ചെയ്യുവാൻ പാടില്ല.
അത് അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിലാവട്ടെ, ഉലൂഹിയ്യത്തിലാവട്ടെ, ദാത്തിലാവട്ടെ, സിഫാത്തിലാവട്ടെ, ഹാക്കിമിയത്തിലാവട്ടെ, അള്ളാഹുമായി ബന്ധപ്പെട്ട എല്ലാ സവിശേഷതകളും ഉൾക്കൊണ്ട് തൗഹീദിന്റെ സമഗ്രമായ സാരാംശത്തിൽ ഇബാദത്തിന്റെയും തൗഹീദിന്റെയും എല്ലാ അർത്ഥതലങ്ങളിലേക്കും വ്യാപരിക്കുന്ന മഹത്തായ ഒരു നിർവചനത്തോടുകൂടി പ്രവാചകൻ പഠിപ്പിക്കുന്നു. അവന് മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യുവാൻ പാടുള്ളൂ, നിങ്ങൾക്ക് ശിർക്ക് പാടില്ല. അള്ളാഹുവിന്റെ പാശം നിങ്ങളെല്ലാവരും ഒന്നായി നിന്ന് മുറുകെ പിടിക്കണം. ഇതാകുന്നു അള്ളാഹു തൃപ്തിപ്പെടുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹു ചുമതലപ്പെടുത്തി ഏൽപ്പിച്ചിട്ടുള്ള നേതാക്കന്മാരോട് ഗുണകാംക്ഷാപരമായ ബന്ധം നിങ്ങൾ സ്ഥാപിക്കണം. ഇതാകുന്നു അള്ളാഹുവിന് പ്രിയപ്പെട്ട കാര്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിക്കുകയാണ്. ഗുണകാംക്ഷാപരമായ ബന്ധം വിമർശനമാണോ? സമൂഹമധ്യത്തിൽ വ്യക്തികളെ അവഹേളിക്കലാണോ? അള്ളാഹു മറച്ചുവെച്ച ന്യൂനതകൾ ഓരോ വ്യക്തിക്കുമുള്ളത് സമൂഹ മധ്യത്തിൽ എല്ലാ നിലക്കും പരസ്യമായി പാട്ടാക്കുകയാണോ? ഒരിക്കലുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മുസ്ലിം സമൂഹത്തിന്റെ ഭദ്രമായ അടിസ്ഥാനം തിരുമേനി പഠിപ്പിക്കുന്നു, മൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹ്. ഒരു മുസ്ലിമിന്റെ ന്യൂനത ഒരാൾ മറച്ചു വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയുടെ ന്യൂനതയും മറച്ചു വെക്കും. വമൻ ഖബ്ബഹ മുസ്ലിമൻ, ഏതെങ്കിലും ഒരാൾ ഒരു മുസ്ലിമിനെ അവഹേളിച്ചാൽ, പരസ്യമായി വിമർശിച്ചാൽ, അഫ്ളഹഹുല്ലാഹു അലാ റൂസിൽ ഖലായിഖി വഅഫ്ളഹഹു ഫീ ഖുഅരിദാരിഹി. വളരെ വ്യക്തമായ രൂപത്തിൽ തിരുമേനി പഠിപ്പിക്കുന്നു, അത്തരം വ്യക്തികളെ നാളെ പരലോകത്ത് കോടിക്കണക്കായ ജനങ്ങൾ സമ്മേളിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ വെച്ച് അള്ളാഹു വഷളാക്കും. അവന്റെ പൊരയുടെ അകത്തളത്തിൽ വെച്ചായാൽ പോലും അള്ളാഹു അവനെ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് മുസ്ലിമിന്റെ അഭിമാനം സംരക്ഷിക്കപ്പെടേണ്ട കാര്യമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സൃഷ്ടിപരമായ നിരൂപണം, സൃഷ്ടിപരമായ വിമർശനം അറിയണം നാം. വളരെ വ്യക്തമായ രൂപത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഒരു സന്ദർഭത്തിൽ പറയുന്നു, അദ്ദേഹത്തെ ഭരണാധികാരി എന്ന നിലയിൽ സമൂഹത്തിലെ ബഹുജനങ്ങൾ നിരൂപണാത്മകമായി വിലയിരുത്തിയപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, വിമർശിക്കുന്ന വ്യക്തിയെ ജനങ്ങൾ തലവെട്ടുവാൻ വേണ്ടി ആഞ്ഞെടുത്തപ്പോൾ ഉമർ റളിയല്ലാഹു എന്ന് പറയുന്നത്, ദഊഹു, അവനെ നിങ്ങൾ വിട്ടേക്കൂ. വല്ലാഹി ലാ ഖൈറ ഫീകും ഇദാ ലം തഖൂലൂഹാ, നിങ്ങൾ എന്നോടിത് പറയുന്നില്ലെങ്കിൽ നിങ്ങളിൽ നന്മയില്ല എന്നാകുന്നു അർത്ഥം. വലാ ഖൈറ ഫീനാ ഇദാ ലം നസ്മഉഹാ, നിങ്ങൾ പറയുന്ന കാര്യം ഞാൻ ശ്രദ്ധാപൂർവം കേൾക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ എന്നിൽ നന്മയില്ല, അതാകുന്നു അതിന്റെ വിവക്ഷ. സമൂഹത്തിലെ എല്ലാത്തരം വ്യക്തിത്വങ്ങളോടും എല്ലാത്തരം ഘടകങ്ങളോടും വളരെ സൃഷ്ടിപരമായ വിമർശനങ്ങൾക്ക് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ്, നിങ്ങൾക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഏതെങ്കിലും ഉമറിനെ കൊണ്ട് അല്ലാഹുവേ നിന്റെ ദീൻ ശക്തിപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിത്വത്തിൽ ഒന്നാമനായ ഉമർ റളിയല്ലാഹു അൻഹു പല പല സ്ഥലങ്ങളിലും ഉമറിന്റെ അഭിപ്രായത്തോട് ബന്ധം പുലർത്തിക്കൊണ്ടും ശരിവെച്ചുകൊണ്ടുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ പല നിയമങ്ങളും അവതീർണമാക്കിയിട്ടുള്ളത്. അല്ലാഹു ബഹുമാനിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സ്നേഹിച്ച ഉമർ റളിയല്ലാഹു അൻഹു, നിങ്ങൾക്കറിയാമോ, എല്ലാ സന്ദർഭത്തിലും ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് പലപ്പോഴും ആത്മവിമർശനത്തോടു കൂടി കണ്ണീരോടുകൂടി നാം ഓർക്കേണ്ട ഒരു ചെറിയ ചരിത്ര സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ ആരായിരുന്നു? ഹുദൈഫത്ത് ബിനുൽ യമാൻ. ഹുദൈഫത്ത് ബിനുൽ യമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പല സന്ദർഭങ്ങളിലും തന്റെ പല രഹസ്യങ്ങളും കൈമാറിയ വിശിഷ്ടനായ സഹാബിയായിരുന്നു. ആ സഹാബിക്കറിയാമായിരുന്നു ഭാവിയിൽ വരാൻ പോകുന്ന ഫിത്നകളെ സംബന്ധിച്ച്. ആ സഹാബിക്കറിയാമായിരുന്നു ആരെല്ലാമാണ് സ്വർഗത്തിൽ കടക്കാൻ പോകുന്നത് എന്ന്. ആ സഹാബിക്കറിയാമായിരുന്നു ആരെല്ലാമാണ് മുസ്ലിം സമൂഹത്തിൽ കപടവിശ്വാസികളായി ജീവിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല
വഹയ് മുഖേന ഇന്ന വ്യക്തികൾ മുനാഫിക്കുകളാണ് എന്ന് 18 വ്യക്തികൾ വളരെ വ്യക്തമായ രൂപത്തിൽ മുനാഫിക്കുകളാണ് എന്ന് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചത് ഒരു രഹസ്യമെന്ന രൂപത്തിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഹുദൈഫയുടെ സന്നിധിയിൽ വന്നുകൊണ്ട് ചോദിക്കുന്നു, ബില്ലാഹി അലൈക് ഹുദൈഫ, അല്ലാഹുവിനെ സാക്ഷിയാക്കി നിന്നോട് ഞാൻ ചോദിക്കട്ടെ, നോക്കൂ, നിങ്ങൾ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട അല്ലാഹു ബഹുമാനിച്ച തിരുമേനി ആദരിച്ച ഉമർ റളിയല്ലാഹു അൻഹു, ആ ഉമർ ചോദിക്കുന്നു, ബില്ലാഹി അലൈക് യാ ഹുദൈഫ അത്തജിദുനി മിൻഹും, പറയൂ ഹുദൈഫ, ആത്മാർത്ഥമായി പറയൂ, ആ പേരെടുത്ത് പറഞ്ഞ മുനാഫിഖുകളിൽ രഹസ്യമായി നബി തിരുമേനി താങ്കൾക്ക് നൽകിയ പട്ടികയിൽ എന്റെ പേരുണ്ടോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഹുദൈഫയോട് രഹസ്യമായി ചോദിക്കുന്നു. ഹുദൈഫ പറയുന്ന മറുപടി, ലാ യാ ഉമർ, ഉമറേ, താങ്കളുടെ പേർ ആ പട്ടികയില്ല. വലാ ഉസക്കി അഹദം ബഅദക്, ഞാൻ താങ്കൾക്ക് ശേഷം മുസ്ലിം സമൂഹത്തിൽ ഫിത്ന വന്നേക്കുമോ എന്ന ഭയത്താൽ ഈ രഹസ്യം ആരോടും വെളിപ്പെടുത്താനും ആഗ്രഹിക്കുന്നില്ല. നോക്കൂ, നിങ്ങൾ ഹുദൈഫയെ വിളിച്ചുകൊണ്ട് ഹൃദയത്തിൽ വിശ്വാസത്തിന്റെ തിളക്കമുള്ള ഉമർ റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായ രൂപത്തിൽ ചോദിക്കുന്നു, എന്റെ പേർ കപടവിശ്വാസികളുടെ ഗണത്തിൽ പെടുന്നുണ്ടോ എന്ന്. നാം ഓരോരുത്തരും ഓരോ സന്ദർഭത്തിലും ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് ചോദിക്കേണ്ട ചോദ്യമാണിത്. നമ്മുടെ ഈമാനിന് തിളക്കമുണ്ടോ, നമ്മുടെ വിശ്വാസത്തിൽ കലർപ്പുണ്ടോ, നമ്മുടെ ഇഖ്ലാസിന് മങ്ങലേറ്റിട്ടുണ്ടോ എന്നിത്യാദി ആത്മാർത്ഥമായ ചോദ്യങ്ങൾ ഓരോ സന്ദർഭത്തിലും ചോദിക്കേണ്ടതുണ്ട്. അവസാനമായി മുസ്ലിം ജനസാമാന്യത്തോടുള്ള ഗുണകാംക്ഷയാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നാം ഓരോരുത്തരും വ്യക്തിപരമായ തലത്തിൽ മാത്രമല്ല സാമൂഹ്യമായ പ്രതിബദ്ധതയോടുകൂടി ജീവിക്കുന്നവരാണ്. ഞാനും എന്റെ കെട്ടിയവളും എന്റെ കുട്ടികളും എന്ന സങ്കല്പമല്ല, ഞാനും എന്റെ സമൂഹവും എന്റെ സമസൃഷ്ടികളും അള്ളാഹുവും എന്ന വിശാലമായ സങ്കല്പമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം യഹ്തമ്മ ബിഅംരിൽ മുസ്ലിമീന ഫലൈസ മിൻഹും, മുസ്ലിം സമൂഹത്തിന്റെ പൊതുവായ അവസ്ഥകളിൽ വേദനിക്കാത്തവനും ദുഃഖിക്കാത്തവനും അതിനുവേണ്ടി ചിന്തിച്ച് വേദന കൊള്ളാത്തവനും നമ്മിൽപ്പെട്ടവനല്ല. വമല്ലം യുസ്ബിഹ് നാസിഹൻ ലില്ലാഹി വലിറസൂലിഹി വലികിതാബിഹി വലിഇമാമിഹി വലിഅമ്മത്തിൽ മുസ്ലിമീന ഫലൈസ മിൻഹും, അല്ലാഹുവിനോട്, അവന്റെ ഗ്രന്ഥത്തോട്, അവന്റെ ദൂതനോട്, അവന്റെ ദീനിനോട്, മുസ്ലിം ബഹുജനത്തോട്, മുസ്ലിം നേതാക്കന്മാരോട് ഗുണകാംക്ഷാപരമല്ലാത്ത രൂപത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി പ്രഭാതത്തെ എതിരേറ്റാൽ ഓർക്കുക, അവൻ മുസ്ലിമായി ജീവിക്കാൻ യോഗ്യനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അദ്ദീനു അന്നസിഹ, അദ്ദീനു അന്നസിഹ, അദ്ദീനു അന്നസിഹ. ഖാലൂ ലിമൻ ഖാല റസൂൽ ലില്ലാഹി വലികിതാബിഹി വലിറസൂലിഹി വലിഅയിമ്മത്തിൽ മുസ്ലിമീന وعامتهم. أقول قولي هذا وأستغفر الله لي ولكم وللمؤمنين فاستغفروه إنه هو الغفور الرحيم.